രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് മതതീവ്രവാദികൾ ചാണകം തീനികൾ ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നില് വലിയ മാഫിയ ശൃംഖല തന്നെയുണ്ടെന്ന് ഇവന്മാർ അവകാശപ്പെടുമ്പോഴും ഇതിനൊന്നും യാതൊരു സുരക്ഷയുമാരെ ഏർപ്പെടുത്തുന്നില്ല. ഇതിലൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല. വോട്ടിംഗ് മെഷീൻ പോലും ഉന്തുവണ്ടിയിലും കാളവണ്ടിയിലും അലസമായിട്ട് കൊണ്ടുപോകുന്ന ഇതുപോലുള്ള മൊണ്ണകളായിട്ടുള്ള ഭരണാധികാരികൾ ഉള്ളോടത്തോളം കാലം നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. യാതൊരു വ്യവസ്ഥയും സംവിധാനവും ഇല്ലാത്ത ഒരു രാജ്യമായി കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. NDA പറഞ്ഞിരിക്കുന്നത് പഴയ രജിസ്ട്രേഷനിൽ തന്നെ നമുക്ക് എക്സാം എഴുതാം, അധിക ഫീസ് വരില്ലെന്ന്. എന്നാലും അവിടെ ഫീസ് കൊടുക്കണം. മനസ്സിലാക്കണം, ഇത്ര അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് ഇത്രയും ദൂരം ചെന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കൊക്കെ ഇവന്മാര് എന്ത് വില കൽപ്പിക്കുന്നു. മനസ്സിലാക്കണം, വിവരവും ബോധവും ഇല്ലാത്ത വർഗീയത മാത്രം കൈമുതലായിട്ടുള്ള ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും. BJP ഭരണത്തിൽ കയറിയിട്ട് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് UGC നെറ്റ് എക്സാം മാറ്റിവെച്ചു, CSIR നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു, SSC CBSE പരീക്ഷകളും മാറ്റിവെച്ചു, റെയിൽവേ റിക്രൂട്ട്മെന്റ് പരീക്ഷ പലതവണ മാറ്റിവെച്ചു. ഇതിലെല്ലാം സംഭവിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ രാജ്യത്തിന്റെ സിസ്റ്റം വരെ തകർന്നിരിക്കുന്നു എന്ന് പറയാൻ ആരുമില്ല, അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. ഡോക്ടർമാര് രോഗികളുടെ വയറ്റിൽ കത്രിക എടുത്തു വെച്ചതിന് കേരളത്തിലെ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞ മരവാഴകളെയൊന്നും ഇവിടെ കാണാനില്ല. മനസ്സിലാക്കണം, വിദ്യാർത്ഥികളുടെ കാര്യത്തില് ഇത്രയധികം അലസമായിട്ട് പെരുമാറുന്ന ഒരു ഗവൺമെന്റ് പോലും ഇന്ത്യയിൽ വേറെയില്ല. മനസ്സിലാക്കണം, ഇതൊന്നും ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമല്ല. BJP ഗവൺമെന്റ് വന്നേ പിന്നെ തുടർച്ചയായിട്ട് നടക്കുന്ന സംഭവങ്ങളാണിത്. ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചാണകം തീനികൾക്ക്, വൃത്തികെട്ട ജന്തുക്കൾക്ക് വിവരമില്ല. ഈ പ്രാവശ്യം 3 സീറ്റ് കൊടുത്തേക്കും NDAക്ക്. എന്ത് ബോധമുണ്ട് ഇവന്മാർക്ക് വോട്ട് ചെയ്യുന്നവർക്ക്? നമ്മുടെ വരും തലമുറയെ തന്നെ ഇവന്മാര് നശിപ്പിക്കുമല്ലേ, അവരുടെ ഭാവി ഇരുട്ടിലാക്കുമല്ലേ. മതഭ്രാന്ത് വിളിച്ചു പറയുന്നവർക്ക് ഇവര് വേണമെങ്കിൽ ഓസ്കാർ മേടിച്ചു കൊടുക്കും. അന്യ മതസ്ഥരെ തല്ലി കൊല്ലുന്നവർക്ക് ഇവര് വേണമെങ്കിൽ പത്മഭൂഷൺ കൊടുക്കും. കോവർ കഴുതുകളെങ്കിലും ബോധമുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങളുടെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. മതഭ്രാന്തും മുസ്ലിംസിനെ കൊന്നു തീർക്കാനുള്ള വ്യഗ്രതയും കൊണ്ട് BJPക്ക് വേണ്ടി വോട്ട് ചെയ്താലുള്ള പ്രശ്നം ഇതാണ്.